എടപ്പാൾ നടുവട്ടത്ത് നിർമ്മിക്കുന്ന മാലിന്യ പ്ലാന്റിന്റെ ഭൂമി പൂജയ്ക്കെതിരെ സമരസമിതി രംഗത്ത്. ഭൂമി പൂജ എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് സമരസമിതി നേതാക്കൾ ആരോപിച്ചു. ജനങ്ങൾക്ക് തന്നെ ഭീഷണിയാകുന്ന മലിനജല സംസ്കരണ പ്ലാന്റ് ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ മാസങ്ങളായി സമരം തുടരുകയാണ്. എടപ്പാൾ നടുവട്ടം ഐലക്കാട് റോഡിൽ താന്നിക്കുന്നതാണ് സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. പൊന്നാനി താലൂക്കിലെ ഹോട്ടലുകളിലെയും ബേക്കറികളിലെയും മലിനജലവും മറ്റു മാലിന്യങ്ങളും ശേഖരിച്ച് പ്രതിദിനം 2 ലക്ഷം ലിറ്റർ മാലിന്യം സംസ്കരിക്കുന്ന പ്ലാന്റ് നിർമ്മിക്കാനാണ് ആലോചന. മാലിന്യ പ്ലാന്റിനെതിരെ പ്രദേശവാസികൾ മാസങ്ങളായി സമരരംഗത്താണ്. ഇതിനിടെ തിങ്കളാഴ്ച രാവിലെ മാലിന്യ പ്ലാന്റിന്റെ ഭൂമിപൂജ നടത്തിയതിനെതിരെ സമരസമിതി വീണ്ടും രംഗത്തെത്തി. ഭൂമിപൂജ എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് സമരസമിതി നേതാക്കൾ ആരോപിച്ചു. എടുക്കുന്ന നാടിന് വളരെയധികം പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ഇതുമായി ഏതെല്ലാം സ്വാധീനങ്ങൾ വന്നാലും അതെല്ലാം നിങ്ങൾ അലക്ഷ്യയോടെ തള്ളിക്കളയുമെന്നും നാട്ടുകാരോടൊപ്പം അതിൻ്റെ അവസാന നിമിഷം വരെ ഞങ്ങൾ ഉണ്ടാകുമെന്നും ഞങ്ങൾ മാത്രമല്ല ഈ നാട്ടിലെ പൊതുപ്രവർത്തകർ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ മറ്റ് സ്ഥലങ്ങളിൽ മാലിന്യ പ്ലാന്റ് നിർമ്മിക്കാൻ ശ്രമം നടത്തിയിരുന്നെങ്കിലും എതിർപ്പ് മൂലം അവിടെ നിന്നെല്ലാം പിന്മാറുകയായിരുന്നു. 200ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ജനവാസ മേഖലയിലാണ് ഓക്സിഫ്ലോ കമ്പനി പ്ലാന്റ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. വീടുകളിലെ കിണറുകളിൽ മാലിന്യം കലരാനിടയാകുമെന്നാണ് പ്രദേശവാസികളുടെ ആശങ്ക. നമ്മളെ ഇത്തരത്തിൽ ഒരു സമരത്തിലേക്ക് പ്രേരിപ്പിച്ചു. അത്തരമൊരു ഭൂമിപൂജ മലവിസർജനങ്ങളെല്ലാം അടക്കം ചെയ്യുന്ന സെപ്റ്റി ടാങ്കിന് ഭൂമി പൂജ വളരെ വൈരുദ്ധ്യമുള്ള ഒരു സംഭവം. മനുഷ്യജീവിതം ദുസ്സഹമാക്കുന്ന തരത്തിൽ ദുർഗന്ധവും കൊതുക് ശല്യവും മൂലം രോഗം പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളതിനാലാണ് പദ്ധതിയെ എതിർക്കുന്നതെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു. അഡ്വക്കേറ്റ് AM രോഹിത്, വാർഡംഗം KP റാബിയ, ഇബ്രാഹിം മുതൂർ, ഭാസ്കരൻ മേലാറയിൽ, പ്രഭാകരൻ നടുവട്ടം തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. കേരള വിഷൻ, എടപ്പാൾ.